യോഹന്നാൻ 12:34. യോഹന്നാൻ 12:34. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അതാണ് യാഥാർത്ഥ്യം. കർത്താവിന്റെ വചനത്തിലുള്ള വെളിപാട് എന്താണ്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം ക്രിസ്തുവുമായി കടുപ്പിച്ചിരിക്കുന്ന കാരണം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായത് കാരണം നമ്മുടെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിഷയവുമായി കടുപ്പിച്ചു കഴിഞ്ഞാൽ വിഷയം ഫ്ലോപ്പായ വിശ്വാസം ഫ്ലോപ്പാവും. അതുകൊണ്ട് ഈശോ ചോദിച്ചൊരു ചോദ്യം എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. ലൂക്ക 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോഴേ ഉള്ള വിഷയം എന്ന് വെച്ചാൽ എല്ലാ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് നിങ്ങൾ ഓർക്കരുത് ഈ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് മാത്രമാണെങ്കിൽ പറയണമെന്ന്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വെളിപാടുണ്ടാകുന്നതും ഇടപെടലുണ്ടാകുന്നതും കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അതെപ്പോഴും നമ്മൾ ബോധം ഉണ്ടാകണം നമുക്കതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഗ്രഹിക്കുന്നത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അതാണ് വിഷയം. അപ്പം അവസാനം അവശേഷിക്കേണ്ടത് നമ്മുടെ ഈ പരീക്ഷണങ്ങൾ രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക തകർച്ചയാകാം, എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാകാം. ഈ പരീക്ഷണങ്ങളുടെ എല്ലാം അവസാനം എപ്പോഴായാലും ക്രിസ്തു വരും. പക്ഷേ എപ്പോഴും വരുന്നത് അതൊരു നാഷണൽ ഹൈവേ കൂടിയാണെന്ന് വരണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിക്കവാറും പഞ്ചായത്ത് റോഡിൽ കൂടി ആയിരിക്കും വരണത്. പഞ്ചായത്ത് റോഡിൽ കുണ്ടും കുഴിയും വളവും തിരുവും കാടും യാതൊരു ട്രാഫിക്കും ഇല്ലാത്ത സ്ഥലത്തോട് ഞെരുങ്ങിയൊക്കെ വരും ക്രിസ്തു. ഒരിക്കലും നാഷണൽ ഹൈവേ കൂടി വരുമെന്ന് തോന്നില്ല. കാര്യം പീഡനങ്ങൾക്ക് ശേഷം എന്നാ പറയണത്, പീഡനങ്ങൾക്ക് ശേഷം എന്നാ പറയണത്. അപ്പോഴെപ്പോഴും വിശ്വാസത്തിൻ്റെ വില കൊടുത്തിട്ട് അവിടെ കിട്ടി ബോധിക്കണം. നമ്മൾ ഈ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ പ്രമാണത്തിന് മുമ്പ് തഹസിൽദാർ രജിസ്റ്റർ ചെയ്യണ മുമ്പ് കൊടുത്താളിനോട് ചോദിക്കും. പറമ്പ് വാങ്ങിയ ആളിനോട് പറമ്പ് കൊടുത്താളിനോട് ചോദിക്കും, കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? കാശ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ യേസെന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ രജിസ്റ്റർ ചെയ്യത്തുള്ളത്. ഇതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിലുള്ള വിഷയം. കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? ഈ വിശ്വാസത്തിന് ക്രിസ്തുവിന് അനുകൂലമായ അത്രയും വില കിട്ടി ബോധിച്ചോ എന്നാണ് ചോദിക്കണത്. അത് പരമപിതാവിൻ്റെ ഒരു ചോദ്യമാണ്. പരമപിതാവാണല്ലേ രജിസ്റ്റർ കച്ചേരി ഇരിക്കണത്. അപ്പോൾ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. ഇപ്പോൾ ക്രിസ്തുവിനല്ല എനിക്ക് തരാൻ പോണത്. അതിന് ക്രിസ്തുവിനെ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള സഹനങ്ങളെ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ഇതിന് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ക്രിസ്തുവിന് നമുക്ക് കിട്ടണത്. പലപ്പോഴും ആദ്യകാലങ്ങളൊന്നും കുഴപ്പമില്ല.
ജീവിച്ചു പോകാനുള്ള ആദ്യ കാലങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മുന്നോട്ട് ചെല്ലുന്തോറും നിത്യത വിഷയമാക്കുമ്പോൾ അന്ന് മുതൽ പേയ്മെൻ്റായിട്ട് വരും. നിത്യത ഇതിനകത്ത് ഒരു വിഷയമായി വന്നാൽ അനുദിന ജീവിതത്തിലെ കഞ്ഞിയും കപ്പയും ജോലിയും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകും. കാര്യം അതൊക്കെ എല്ലാം നമുക്ക് വിശ്വാസമുള്ളവർക്കും കിട്ടും, ഇല്ലാത്തവർക്കും കിട്ടും, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം ഇല്ലാത്തവർക്കും റാങ്ക് കിട്ടണില്ലേ, അവർ ജോലി കിട്ടണില്ലേ. അപ്പം ലോകത്തിലുള്ള ഇടപാട് പരിപാടിയൊക്കെ എല്ലാം എവരിബഡി എല്ലാവർക്കും അത് കിട്ടും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ജോലിയും വീടും വിവാഹവും കുഞ്ഞുങ്ങളും എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അതിന് വിശ്വാസത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ക്രിസ്തുവിലൂടെ നേടിയെത്ത നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ആ പാഠത്തിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാം പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം എന്താ? എപ്പോഴും ഒരു സഹനം വന്നാൽ അപ്പോൾ ഓർത്തേക്കണം, ഒരു കാര്യമില്ലാതെ സഹനം വരൂ, ഒരു കാര്യം ഉണ്ടാകണ്ട. നിങ്ങൾ ഇപ്പം എന്താ വിഷയം? ഇപ്പം നിങ്ങൾ വളരെ വെള്ളം അടിക്കണില്ല, വേറെ ചുറ്റിക്കളികളൊന്നുമില്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, 10 മനുഷ്യനെ കണ്ടാൽ മനുഷ്യപ്പറ്റ് കാണിക്കുന്നുണ്ട്, ഇല്ലാത്തതിനുമായിട്ടുള്ളത് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വളരെ വെടിപ്പും മേനയോട് ജീവിച്ചാലും പണി 8 കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അറിയണം. അതെന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ അറിവ് എന്താ? നിഷ്കളങ്കനായാലും ശരി പണി കിട്ടുമെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതെന്താ കാര്യം? ഈശോ വല്ല തെറ്റും ചെയ്തിട്ടാണ് ഈ പങ്കപ്പാട് മുഴുവൻ അനുഭവിച്ചത്. അപ്പം തെറ്റ് ചെയ്യാതെ ഒരു പങ്കപ്പാട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസ് മതി. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്കൊരു പങ്കപ്പാട് കിട്ടിയാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രം മതി. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലോ? അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെ നടന്നല്ലോ, കുഞ്ഞുനാൾ പോലും ഞാൻ ചോദിച്ചതല്ലേ വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണമെന്ന്, എന്നിട്ട് ഇവൻ്റെ മൂക്ക് പിടി ഞാൻ മുന്നാഴി കിട്ടുമല്ല, എന്ത് ചതിയാണ് ദൈവം എന്നോട് ചെയ്തത്? യു ഷുഡ് നോട്ട് ആസ്ക്. നമുക്ക് ദൈവത്തോട് ഒന്നും ചോദിക്കാനുള്ള യാതൊരു പ്രൊവിഷനുമില്ല. എന്താ കാര്യം? നീ നിഷ്കളങ്കമായി ആദ്യമേ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ശരിയാണ്, അതെല്ലാം ദൈവം വരവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആളെ ഈ അവതാരത്തെ നിനക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ? ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. ഇനി ഇയാളെ വെച്ച് ക്രിസ്തുവിനെ നേടാൻ നോക്കണം. നീ ഈ ആളെ വെച്ചാണ് ക്രിസ്തുവിനെ നേടാൻ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അമ്മയുടെ പ്രസവം ഈ ദൈവം അനീതി കാണിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിരിക്കുന്നത് അമ്മയോടാണ്. കാര്യം അപ്പയുടെ തിരുമനസ് പ്രകാരമാണ് പരിശുദ്ധാത്മാവിൽ അമ്മ ഗർഭം ധരിച്ചത്. പക്ഷേ ആ ഒരു പ്രസവത്തിന് പോലും ഒരു ചെറുവിരൽ അപ്പ അനക്കണില്ല. അത് കണ്ടാൽ മതി, നമുക്ക് കാര്യങ്ങളെല്ലാം ഒട്ടനെ മനസ്സിലാകും. ചിലർ പറയണത്, ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അമ്മ വഴിയിലാണ് പ്രസവിച്ചതെന്നാണ് പറയണത്. വഴിയിലാണ് പ്രസവിച്ചത്. കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ പുൽത്തൊടിലാണ് പ്രസവിച്ചതെന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞ് കാലത്തൊഴുത്തി പ്രസവിച്ചതെന്നാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടി കിടത്തിയെന്നാണ്. അപ്പോൾ വഴിയിലെങ്ങാണ്ട് പ്രസവിച്ചിട്ടാണ് കൊണ്ടുവന്ന് വഴിയരികെ കണ്ട പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോൾ ഇതിന് അപ്പായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്ത് കൊടുക്കേണ്ടതല്ലേ? അപ്പക്ക് പണ്ട് മുതലുള്ള പരിപാടിയാണ് സഹായം ഒന്നും ചെയ്ത് കൊടുക്കാതെ. കുരിശക്കിടന്ന് നിലവിളിച്ചിട്ട് സഹായം കൊടുത്തില്ല, പിന്നെയാണ് നമുക്ക് തരാൻ പോണത്. കുരിശക്കിടന്ന് ഏലോയിൽ ലമ സബദ്ധാനി, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചും ചോദിച്ചിട്ട് സഹായം കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള നല്ല ജ്ഞാനമാണ്. എന്താണ് കാര്യം? ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാൻ, ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയാൻ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെക്കുറിച്ച് ആ നല്ല കള്ളൻ ആ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേ നല്ല കള്ളനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം നീരി വെച്ച ബോഡിയാണ്, നാക്കാണെ കുഴയാണ്, വെള്ളമെല്ലാം ഒലിച്ചുപോയി, രക്തത്തിന് പകരം ഇപ്പം മഞ്ഞ വെള്ളമാണ് ബോഡിയിൽ നിന്ന് വരുന്നത്. തവളയെപ്പോലെ ഇങ്ങനെ കുരിശെ കിടക്കുകയാണ്, മുഴുവൻ മുള്ളും കുത്തിക്കയറ്റി കിടക്കുകയാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കൊള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ആ രാജ്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് നല്ല ബോധമുണ്ട്. ആ കിടപ്പ് കിടക്കുമ്പോഴും താൻ പ്രവേശിക്കുന്ന നിത്യത, പിതാവ് നൽകുന്ന നിത്യതയെക്കുറിച്ച് ക്രിസ്തുവിന് ബോധമുണ്ട്. അതാണ് വിഷയം. ആ രാജ്യം ആണ്, നിത്യതയാണ് സമ്മാനമായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇടക്കാല ആശ്വാസങ്ങളൊന്നും കൊടുക്കാത്തത്. ഇടക്കാല ആശ്വാസങ്ങൾ തരാതിരിക്കുമ്പോൾ ബോധമുള്ള ക്രിസ്ത്യാനി നീ മനസ്സിലാക്കണം. എന്താ കാര്യം? നിനക്ക് നിത്യതയിൽ കർത്താവ് ഷെയർ തന്നിരിക്കുന്ന. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഴമായി പ്രബോധനങ്ങൾക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ലീജി ആൻഡു, എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻഡു. ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കടുപ്പശ്ശേരി സേക്രഡ് ഹാർട്ട് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ചേട്ടൻ്റെ പെങ്ങൾ വഴിയാണ്. 2019 അന്ന് ഈ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ അന്നു മുതലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. 5:30 എഴുന്നേറ്റ്. പിന്നെ 2019 നവംബർ മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടി ഒരു ഇതിനാണ്. പക്ഷേ ആ നിയോഗം എനിക്ക് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ജെറമ്യ 29:11 നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞങ്ങളുടെ 2019 നവംബറിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ച് ഞങ്ങൾക്കൊരു 5 കൊല്ലമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ടവറിൻ്റെ കേസാണ്. ഞങ്ങളുടെ തൊട്ടുള്ള പറമ്പിൻ്റെ താഴത്ത് ഭാഗത്ത് ടവർ വയ്ക്കുന്നത്. അത് ആ കേസ് അവസാനിപ്പിച്ച് തരാനായിട്ടാണ് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു. ഞാൻ അന്ന് ഉടമ്പടി നിയോഗത്തിൽ ഉടമ്പടി എടുത്ത അന്ന് തന്നെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു, വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉടമ്പടി കേസ് ഇത് അവസാനിച്ചു, ഇതിൻ്റെ വിധി വന്നു എന്ന്. അപ്പം ഞാൻ ഒരു മാസം മുന്നേ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അന്ന് വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു ലാസ്റ്റ് ഹിയറിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നു. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ കേസ് അവസാനിപ്പിച്ച് തന്നു. അത് സാധാരണ ടവറിൻ്റെ കേസുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടാണ്, കമ്പനിക്കാർക്ക് അനുകൂലമായിട്ടാണ് വിധി വരാറ്. പക്ഷേ ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞു അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമൊന്നുമല്ല, അത് ഈശോയുടെ അനുഗ്രഹമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ കേസ് അവസാനിപ്പിച്ചു തന്നതിൽ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് തറ കെട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് വീട് പണി തുടങ്ങിയത്. 2018 ഡിസംബർ 7 അത് 5-10 വർഷം ആവാറായിട്ടും അതിൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുറച്ച് സാവധാനം കോൺട്രാക്ടറും ശരിക്ക് വരുന്നുണ്ടായിരുന്നില്ല. പൈസ കുറച്ച് കൂടുതൽ പറ്റിപ്പോയതുകൊണ്ട് ആൾ ലാസ്റ്റായിട്ട് പണിക്ക് ഇതിനൊന്നും വരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇത് വേറൊരു കോൺട്രാക്ടർക്ക് കൊടുക്കണമെങ്കിൽ ഇയാൾ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കണം. അതിന് ഇയാൾ വിളിച്ചിട്ടും വരണ്ട. ഇപ്പം ഞങ്ങൾക്ക് പണി തുടർന്നു കൊണ്ട് പോകുന്നതിനായിട്ട് ഈ കോൺട്രാക്ടർക്ക് എതിരായിട്ട് കേസ് കൊടുക്കേണ്ടി, ഈ കോൺട്രാക്റ്റ് ക്യാൻസലാക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വന്നു. അത് കൊടുത്ത് അതിൻ്റെ ഇത് കിട്ടി. അങ്ങനെ ഞങ്ങൾ വേറെ കോൺട്രാക്ടറെ ഏൽപ്പിച്ച് പണി തുടങ്ങി.
നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി. പണി എല്ലാതും ഞങ്ങൾ കുറച്ച് പൊളിച്ചു പണിയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഓരോ ഇതുകളും ചെയ്യേണ്ടി വന്നു. എന്നാലും ഞങ്ങളുടെയൊക്കെ പറഞ്ഞ ആ എസ്റ്റിമേറ്റിൽ തന്നെ പണി പൂർത്തിയാക്കാൻ പറ്റി. ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് ആ വീട് ഞങ്ങളുടെ വീട് പണിത് കിട്ടി. അതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുന്നേ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് പനി വരും. തല കുളിക്കുമ്പോഴായിട്ട് മത്ത് പിടിച്ച മാതിരി കോൾഡും പനിയും ഇടയ്ക്കിടയ്ക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഒരു ഇതില്ലാത്ത പോലെയാണ്. ഹോസ്പിറ്റലിൽ പോയി ഹൈ ഡോസ് പനിയുടെ മരുന്ന് കൊടുത്തു, ഡ്രിപ്പ് കയറ്റിയിട്ടൊക്കെയാണ് വരാറ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും എന്നും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളത്തിലെ ഉപ്പ് ഇട്ട് കൊടുക്കും. തേനും ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞാൽ തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ആ അസുഖം ഇപ്പോൾ തീരെ വരുന്നില്ല. 2019 ഉടമ്പടി എടുത്തതാണെങ്കിലും ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കേസിൻ്റെ ഇതൊക്കെ വിധി വന്നപ്പോഴേക്കും കൊറോണ ആയി വീട് അടച്ച കാരണം കൊണ്ട് ഞങ്ങൾക്കത് അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അതിനെ ഈശോയ്ക്കും മാതാവിനോടും മാപ്പ് ചോദിക്കുന്നു. പിന്നെ ചേട്ടന് ഒരു അസുഖമുണ്ടായിരുന്നു. ഒരു എക്കിള് വന്ന് തുടർച്ചയായി വന്ന് ബോധമില്ലാതെ ആകുന്ന അവസ്ഥ. ഹോസ്പിറ്റലിലൊക്കെ പോയി ICUവിലായിരുന്നു. അത് ഒരു എക്കിള് തുടർച്ച വന്ന് ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയൊക്കെ വന്നു. അന്ന് അതിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മക്കുറവും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഉടമ്പടിന് ശേഷം ഈ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ട് എപ്പോഴും പറയും, ഞാൻ പുറത്ത് പോകുമ്പോൾ കാശുരൂപം കയ്യിൽ പ്രാർത്ഥിച്ച് കാശുരൂപം കയ്യിൽ കൊടുക്കും. അപ്പോൾ അതുപോലെ തൈലം പുരട്ടി കുരിശ് വരച്ചിട്ടൊക്കെയാണ് പോവുക. അത് പോകുമ്പോൾ പറയും, മാതാവും ഈശോയും എൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരു ദിവസം അകലെ കുറച്ച് പോയി ബ്ലോക്കൊക്കെ ആയിട്ട് വരാൻ പറ്റാണ്ട് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പക്ഷേ വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. മാതാവും ഈശോ എൻ്റെ അടുത്തും വലത്തും ഇരുന്ന് ഞാനല്ല വണ്ടി ഓടിച്ചത്, അങ്ങനെയാണ് പറയാറ്. ഞാൻ ഉടമ്പടിയിലെ മാതാവും ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ആയിരിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാതാവും ഈശോയും കൂടെയുള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. മക്കളുടെ കൂടെയും അവരുടെ എല്ലാ ഇതുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇത് കഴിഞ്ഞ് എൻ്റെ മകന് 2024 ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. മകൻ വരുമ്പോൾ ജൂലൈയിൽ വരുമ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് പോകാനായിട്ട്. അങ്ങനെ എൻ്റെ ആ ഇതിൽ അന്ന് മകൻ്റെ കല്യാണം ശരിയാവാത്തത് കൊണ്ട് അന്ന് വീട്ടിലുള്ളവർ കുറച്ച് നെഗറ്റീവായി പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പയിൽ വെച്ചതല്ലേ മകൻ്റെ കല്യാണം ഇത് ശരിയാവാത്ത എൻ്റെ ഇവർക്കൊരു അടയാളം മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അടയാളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തെ ഉടമ്പടി അച്ഛൻ്റെ ജൂലൈ 24 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഇടത് കാലിലെ ഉപ്പിറ്റിയുടെ മുകളിലുള്ള ഉന്തി നിൽക്കുന്ന പോലെ ഉള്ള ഒരു തൊടുമ്പോഴുള്ള വേദന മാറി പോകുന്നു. ദൈവം മാതാവ് എനിക്ക് ഈശോ തന്ന ഒരു അടയാളമാണ്. അത് എൻ്റെ ആയിരുന്നു. ഭയങ്കര വേദനയായിരുന്നു എനിക്ക് തൊടുമ്പോഴും ഇതും. ആ വേദന എനിക്ക് മാറി കിട്ടി. അതുപോലെ തള്ളി നിൽക്കുന്ന അതുപോലും മാറി കിട്ടി. അതിനും
മകൻ്റെ അന്ന് തന്നെ ഒരു പ്രപ്പോസൽ വന്നു. അവന് ഒരാഴ്ച പോകാനുണ്ടായിരുന്നുള്ളൂ. കല്യാണം അവൻ പോയതിന് ശേഷം ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടന്നു. അത് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നും വൃദ്ധസദനങ്ങളിൽ പോയി അവിടെ കുറച്ച് നേരം ചിലവഴിക്കും. അവർക്ക് ഭക്ഷണത്തിനത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അനാഥാലയങ്ങളിലെ ഭക്ഷണം കൊടുത്തു. ബൈബിള് വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ തെരുവിലെ മക്കൾക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ഇതിൽ ഞങ്ങളും അതിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസവും ഒരു കുട്ടികൾക്ക് പഠിക്കാൻ പഠനോപകരണങ്ങൾക്കായിട്ട് എല്ലാ മാസവും കുറച്ച് തുക കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പത്രം എല്ലാ വീടുകളിലും, അതുപോലെ ഞാൻ പോകുന്ന കടകളിലൊക്കെ കൊടുക്കും. അതും പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പോകുന്ന വീടുകളിലെ രോഗികളുണ്ടെങ്കിൽ അവർക്കും തൈലവും പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവർക്ക് സുഖപ്പെട്ടു എന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ ആധ്യാത്മിക കാര്യം വെച്ചാൽ എനിക്ക് സാധാരണ ഒരു ഇതായിരുന്നു. വിശ്വാസമുണ്ട് എന്നും ഞായറാഴ്ച പള്ളിയിലേക്ക് പോവും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാന കാണാൻ പോകുമായിരുന്നു. അതുപോലെ ചേട്ടനും സുഖമില്ലെങ്കിലും 2-3 വർഷമായിട്ട് ദിവസവും കാലത്ത് ഇടവകപ്പള്ളിയിൽ ഞാനും ചേട്ടനും എന്നും കുർബാനയ്ക്ക് പോകും. 2 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും. കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൂടാൻ്റെ ഒരു കൊന്ത ചെല്ലും. പിന്നെ ബൈബിള് വായിക്കും. എല്ലാ ദിവസവും ചേട്ടനും ബൈബിള് വായിക്കും. അങ്ങനെയുള്ള ആദ്യം. പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പേടിച്ച് സ്വപ്നം കാണും. കള്ളനെ സ്വപ്നം കാണുമായിരുന്നു. അപ്പോൾ പേടിച്ച് ഇങ്ങനെ കരയുന്ന സമയത്ത് ചേട്ടൻ വിളിക്കും. അപ്പോൾ അങ്ങനെ അത് ഞാൻ എന്നിട്ട് ഈ ഉടമ്പടി ഇവിടേക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ആ സമയങ്ങളിൽ ഇത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ പുറത്തെ വാതിലിങ്ങനെ അടയ്ക്കാൻ വരുന്ന സമയത്ത് വാതിൽ തള്ളി തുറന്ന് എൻ്റെ കയ്യുമ്മ ആരോ പിടിക്കും. ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ എൻ്റെ വലത്തെ കൈമ്മ പിടിച്ച് ചിരിക്കണു ഇങ്ങനെ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയുള്ളൊരിത് അത് എന്നെ മാറിപ്പോയിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ. എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എപ്പോൾ എഴുന്നേറ്റാലും ഈ വചനങ്ങൾ എന്നെയാണോ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈശോയ്ക്കും എപ്പോഴും മാതാവ് ഈശോയും കൂടെയുള്ള പോലെ തോന്നിയിരുന്നു. എവിടേക്ക് പോവായാലും ഞങ്ങളുടെ പറമ്പ് ഇതിലൊക്കെ ഞങ്ങൾ ജാതിക്കൊക്കെ പറിക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ ഉടമ്പടി ധ്യാനം കൊണ്ട് പോവും. അതുപോലെ ഇതിനൊക്കെ കേടുവരുമ്പോൾ ഈ ഉടമ്പടി തൈലം ഉപ്പൊക്കെ പുരട്ടി അതുകൊണ്ട് നല്ല വിളവ് കിട്ടിയിരുന്നു. എന്ത് കിട്ടിയാലും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയാനായിട്ട് എനിക്ക് സാധിച്ചു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും എന്ത് പറഞ്ഞാലും അത് ക്ഷമിക്കാനും അതിനുള്ള ഇത് കിട്ടി. എപ്പോഴും മാതാവ് ഈശോയും കൂടെയുള്ള പോലെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കൃപാസന അമ്മയ്ക്കും യേശുവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് സരസ്വതി പീഡി. ഞാൻ ചെങ്ങന്നൂരിനടുത്ത് മാന്നാറിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂത്ത മകൾ അഞ്ജന ഗോപി, അടുത്ത ഇളയ മകൾ ആർദ്രജി. 2016 എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മജ്ജ മാറ്റിവെക്കൽ രോഗമുണ്ടായി. അത് ഓപ്പറേഷൻ നടത്തണമെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ്, CMC വെല്ലൂർ, മലബാർ ക്യാൻസർ സെൻറ്റർ, ആശ്രം മെഡിസിറ്റി, ബിലിവേഴ്സ് എന്നീ ഹോസ്പിറ്റലുകളെല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അവിടെ ഞങ്ങളുടെ 2023 ജനുവരി 11-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടിയുടെ ഫലമായിട്ട് ഞങ്ങൾ ഈ 9 ആശുപത്രികളിലാണ് എൻ്റെ മൂത്ത മകൾക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് നടന്നത്. 46,50,000 രൂപ ഞങ്ങളുടെ മൂത്ത മകളുടെ ഓപ്പറേഷന് വേണമായിരുന്നു. അതേ അസുഖം തന്നെ എൻ്റെ ഇളയ മകൾക്കും ഉണ്ടായിരുന്നു. 2 പേർക്കും ഒരുപോലെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 2 പേരും ഓപ്പറേഷൻ ചെയ്താൽ മൂത്ത മകളെ കിട്ടത്തില്ലെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലൂടെ ഒരു കൃപാസന പത്രം ഇതുവരെ എനിക്ക് ആരും തന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ടും എനിക്ക് ആരും ഒരു കൃപാസന പത്രം തന്നിട്ടില്ല. ഞാൻ കൃപാസന പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഒരാളൊരു പത്രം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലോട്ട് ഓടി വന്നത്. അവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മകൾക്ക് ഓപ്പറേഷത്തിനായിട്ട് 99 ലക്ഷം രൂപയാണ്. അമ്മ മാതാവ് ആ ഓപ്പറേഷൻ നടത്താതെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ കുട്ടിക്ക് നോർമലാണ് കാണിക്കുന്നത്. അന്ന് ഞാൻ 2023 ജനുവരിയിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ നേർച്ച വസ്തുക്കളായ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഞങ്ങൾ ദിവസവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പെട്ടു, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും പെട്ടും. ഞാനൊരു ആശുപത്രിയിലെല്ലാം പോയി രോഗികൾക്കെല്ലാം ഉടമ്പടി തൈലം പെട്ടും. പത്രങ്ങളെല്ലാം ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കും, രോഗികളെ എല്ലാം കാണും. ആശ്രം മെഡിസിറ്റിയിൽ എല്ലാവർക്കും കൊണ്ട് ഞാൻ പത്രം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷത്തിൻ്റെ ആവശ്യമില്ലാതെ രോഗങ്ങൾ മാറ്റിത്തന്നു. ഓപ്പറേഷൻ ചെയ്താൽ നിനക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, മറ്റുള്ള രോഗങ്ങളിലേക്ക് നിനക്ക് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ഉടമ്പടി തൈലത്തിലൂടെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗം മാറ്റി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് നാക്കിന് നമുക്കൊരു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് ആ ബയോപ്സി ചെയ്തതിലൂടെയും ഞാൻ ഉടമ്പടി തൈലം അവിടെ ശരീരത്തിലും നാക്കിലും എല്ലാം പുരട്ടുമായിരുന്നു. ആ ഉടമ്പടി തൈലം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. എൻ്റെ അമ്മയുടെ കാശ് രൂപം അത് അതിഭയങ്കരമായ പ്രൊട്ടക്ഷനാണ്. ഇതിലൂടെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ഓപ്പറേഷൻ എൻ്റെ ഈശോയും അമ്മ മാതാവും മാറ്റിത്തന്നത്. ഇത്രയും അനുഗ്രഹങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുള്ള. രോഗങ്ങൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിലില്ല. എനിക്ക് കാലിലാണെങ്കിൽ വെരിക്കോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ തന്നെ ഉടമ്പടി തൈലം പെട്ട് ഞരമ്പുകൾ കുറുകി ഇരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ വെരിക്കോസ് ഇല്ല. അതുപോലെ തന്നെ 23 വർഷങ്ങളോളമായി എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു. എനിക്ക് കട്ടിലേ കിടന്നാൽ കട്ടിൽ വട്ടം കറങ്ങുമായിരുന്നു. അതും എൻ്റെ ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെയാണ് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് 3 മാസം ഛർദിലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല. എൻ്റെ യേശുവിനെ കൈവിട്ടില്ല, എൻ്റെ അമ്മയെ കൈവിട്ടില്ല. ഞാൻ കട്ടിലേലിരുന്ന് കിടന്ന് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. എൻ്റെ കൊന്ത, ഞാൻ എവിടെ പോയാലും എനിക്ക് കൊന്തയാണ് എൻ്റെ പ്രൊട്ടക്ഷൻ. ഞാൻ വാഹനങ്ങളുടെ മുമ്പിലിരുന്നാലും കൊന്ത ചൊല്ലും. ആൾക്കാരെന്നെ കളിയാക്കുമായിരുന്നു, നിനക്കെന്താ വട്ടാണോ, ഉപവാസം എടുക്കും. ഇപ്പോൾ നോയമ്പാണ്, ഹിന്ദുവാണ് ഞാൻ, എങ്കിലും ഞാൻ നോയമ്പെടുക്കും. എനിക്കറിയില്ല, എങ്കിലും എൻ്റെ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഞാൻ നോയമ്പിലാണ്. ഉടമ്പടിയിലും എല്ലാം ഞാൻ മുടങ്ങാതെ അച്ഛൻ്റെ ആരാധനകൾ, ധ്യാനം, ഇത് 6-7 വട്ടം ഞാൻ കേൾക്കും. ബൈബിൾ വായന എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. എല്ലാ വീടുകളിലും കൊണ്ട് ഞാൻ പത്രം കൊടുക്കും. എന്നെ നിരസിക്കുന്നവരുണ്ട്, എന്നെ സ്വീകരിക്കുന്നവരുണ്ട്, എന്നെ ആട്ടി ഓടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് നാണക്കെടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൃപാസനം പത്രം 1000കണക്കിനല്ല, 2000 അല്ല, എത്രയാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്ന് 7-8 കെട്ട് പത്രമാണ്. വെല്ലൂർ കൊണ്ട് ഞാൻ 9 കെട്ട് തമിഴ് പത്രമാണ് അവിടുത്തെ ഹോസ്പിറ്റലിലും പള്ളിയിലും ഒക്കെ ഞാൻ കൊണ്ടു കൊടുത്തത്. ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തത്. പിന്നെ ഞാൻ ഇവിടെ എല്ലാ ജില്ലകളിലും ഞാൻ കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ പ്രശംസ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്മ എന്നെ സ്വപ്നത്തിൽ കൂടി വന്ന് എൻ്റെ തലമുടി പാദം വരെ എന്നെ തഴുകുന്നതായി ഞാൻ സ്വപ്നം കണ്ട്. എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. എൻ്റെ ഇളയമോൾക്ക് 10ാം ക്ലാസ്സിൽ മാർക്കൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായി എൻ്റെ മാതാവ് അവളെ ജയിപ്പിച്ചു. അതും എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പത്രവിതരണമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സ്നേഹധാര എന്ന സ്ഥലത്ത് ഞാൻ അന്തേവാസികളുടെ സ്ഥലത്ത് 3 മാസം പോയി ഞാൻ ജോലി ചെയ്യും. പ്രിയമുള്ളവരെ, എല്ലാവരും ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് അവിടെ. നമ്മൾ ചെന്ന് അവരെ ചികിത്സിക്കണം. അവർക്ക് സാധനങ്ങളല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പോലെ നിങ്ങൾക്കും കിട്ടണം. ഉടമ്പടി പുതുക്കാത്തവർ ഒരുപാട് പേരുണ്ട്. ഞാൻ 17-18 പേരെ ഇവിടെ ഉടമ്പടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാവരും ഒന്നും പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ജപമാല റാലിക്ക് 13 പേരെ ആദ്യത്തെ വർഷം കൊണ്ട് 2023-ൽ 24-ൽ 15 പേരെ കൊണ്ടുപോയി. എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും
പറഞ്ഞാൽ തീരത്തില്ല. കോടാനുകോടി. എനിക്കൊന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ, എൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് നടക്കുന്നത്, എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് നടക്കുന്നത്. എനിക്കൊന്നുമില്ല, എനിക്ക് വാസയോഗ്യമായൊരു വീടൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥന മാത്രമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. നിങ്ങളും പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് നിങ്ങളെ ഉള്ളം കൈ കൊണ്ട് നടക്കും. എൻ്റെ സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു നിർത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.